ഹരി വായന. എന്താ ഇത്ര വൈകിയേ? ഇവളുടെ മേക്കപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ? നമ്മുടെ നരച്ച മുടി പിഴുത് കളയാൻ ഒട്ടും സമയം എടുത്തില്ല. അത് എണ്ണദോഷം കൊണ്ട് അങ്ങിങ്ങായിട്ട് വെളുത്തിരിക്കുന്ന, അല്ലാതെ പ്രായത്തിന്റേതല്ല. എന്റെ മേഴ്സി. ഹായ് മേഴ്സി. വാ. ഇരിക്കെ. ആഹാ, കൊള്ളാമല്ലോടെ തന്റെ വീട്. വീടെടുത്ത് മാറിയപ്പോഴാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് മനസ്സിലായത്. എന്നിട്ടും കടലിൽ കായം കലക്കിയ അവസ്ഥയാ. ഇനി എന്തുമാത്രം സാധനങ്ങൾ വാങ്ങാൻ കിടക്കണം എന്നറിയോ? മൂക്കോളം മുങ്ങിയിരിക്കുക. ഇനി മൂക്കും കൂടെ അങ്ങ് മുക്ക്. ഇനി ഒന്നും നോക്കാനില്ലടോ, കൈകാലിട്ട് അടിച്ച് തുഴഞ്ഞോ. ഇതൊന്നും വേണ്ടായിരുന്നു തോന്നുക. ഇപ്പൊ അടിയൊന്നും ആയില്ല, വടിയെടുക്കാൻ പോയിട്ടേ ഉള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? എന്റെ സുഹൃത്തെ, രാത്രി കാലങ്ങളിൽ മുറ്റത്തിറങ്ങിയിരുന്ന നക്ഷത്രം എണ്ണിപ്പോ. ശാസ്ത്രജ്ഞന്മാര് കാണാത്ത വാൽ നക്ഷത്രങ്ങളെയും ധൂമഗതുക്കളെയും ഇവളുമാര് കണ്ടുപിടിച്ച് കാണിച്ചു തരികയും ചെയ്യും. ചിരിക്കണ്ട ചിരിക്കണ്ട, ഈ ചിരി പിന്നെ കരച്ചിലാവും. അനുഭവസ്ഥനാണ് ഞാൻ. ഗട്സ് വേണം. മേഴ്സി കേട്ടോ എന്തോ? അല്ല, കേട്ടാ തന്നെ ഇപ്പൊ എനിക്കെന്താ? വീട് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഫർണിച്ചർ ഒന്നും തീരെയില്ലല്ലോ. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയത് തന്നെ എന്റെ കുറച്ച് സ്വർണം പണയം വെച്ചിട്ടാ. അതിനിപ്പോ എന്താ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. സ്വർണത്തെക്കാൾ അത്യാവശ്യമല്ലേ വീട്ടു സാധനങ്ങള്? അതിനുവേണ്ടി കുറച്ച് കടം വാങ്ങിച്ചാലും തരക്കേടില്ലെന്നാ എന്റെ അഭിപ്രായം. അയ്യോ, കടം വാങ്ങിക്കുന്ന ഹരിയേട്ടന് ഇഷ്ടമല്ല. ഇതൊക്കെ വാങ്ങിച്ചു തന്നെ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാന്നറിയാവോ? കടം വാങ്ങിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അല്ലാതെ തന്നെ എത്ര മാർഗങ്ങളുണ്ട്. KSF ലോൺ എടുത്തോ മറ്റോ ഗ്യാസും ഫ്രിഡ്ജും ഒക്കെ വാങ്ങിപ്പിക്കണം. 25,000 ഒരു ചിട്ടി ചേരണം. അത് നറുക്ക് വീഴുമ്പോ സ്കൂട്ടറും TV ഒക്കെ എടുപ്പിക്കാം. ഹരിദാസിന് നല്ല ശമ്പളമല്ലേ, 3-4 മാസം കൊണ്ട് അടച്ചു തീർക്കാം. അതിപ്പോ സ്വന്തമായിട്ടൊരു ഹെലികോപ്റ്റർ വാങ്ങണമെന്ന് എവിടെ ഉദ്ദേശിച്ചിരിക്കും? ഊണിതുവരെ റെഡിയല്ലേ? എപ്പോഴേ റെഡി. കോഴിക്കറി ഉണ്ടോ? ഉണ്ടല്ലോ. കോഴിക്കറി വലിയ ഇഷ്ടമാണോ? അതൊന്നുമല്ല, വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാ. അതെന്താ, ഞാൻ കോഴിക്കറി ഉണ്ടാക്കി തരാറില്ലേ? ഉണ്ടേ, പക്ഷെ അത് ഇഞ്ചിക്കറി പോലെ ഇരിക്കും. സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് കട പൂട്ടി താക്കോൽ വീട്ട് കൊടുത്തേക്ക്. എന്തു പറ്റി ഇത്ര വൈകാൻ? ഓ, ടൗണിൽ ജാഥയും മറ്റോ ഉണ്ടായിരുന്നോണ്ട് റോഡ് ബ്ലോക്ക് അല്ലേ? നല്ല ഇരുട്ടുണ്ട്, ഞാൻ കൊണ്ടുവിടാം. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞൂടെ സുജാതയ്ക്ക്? അന്ന് വഴിയെ തടഞ്ഞു നിർത്തി ഞാൻ എന്തെല്ലാം പറഞ്ഞു. ഹരിയേട്ടും വീട്ടിലൊന്നും എന്നെ അവമാനിച്ചെന്റെ ദേഷ്യം ഒരു വശത്ത്, സുജാത എന്റെ സ്നേഹം നിരസിച്ച എന്റെ സങ്കടം മറുവശത്ത്. നമ്മളൊന്ന് 8ാം ക്ലാസ് പഠിക്കുന്ന കാലം തൊട്ടേ തന്നെ എനിക്കിഷ്ടമായിരുന്നു. എനിക്ക് കൂട്ടിനൊരു പെണ്ണുണ്ടാവുന്നെങ്കിൽ അത് സുജാത മാത്രമായിരിക്കണമെന്ന് വല്ലാതെ മോഹിച്ചുപോയി. ചെറുപ്പത്തിന്റെ ഒരു ആവേശമല്ലേ? ആ, സാരല്ല, സുജാത പൊക്കളൂ. പിന്നെ ഞാനാണ് കൊണ്ട് വിട്ടെന്ന് പറയണ്ട, പോട്ടെ. എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണ്ടേ? അപ്പൊ കാശൊക്കെ ഒരുപാട് ചെലവാവും. നമ്മൾ ആണുങ്ങൾ എത്രയൊക്കെ നെഞ്ചുവിരിച്ച് നടന്നാലും ചക്രം തിരിക്കുന്ന സ്ത്രീകളാ. ഇനി ഇടം വല്ലം നോക്കണ്ട, കണ്ണടച്ച് മുമ്പോട്ട് വിട്ടോ, ഓടുന്ന കാണ്ടാമൃഗം പോലെ. പിന്നെ ഈ കാശ് കടമാക്കുന്ന ചമ്മലൊക്കെ തുടക്കത്തിലേ കാണും. കുറച്ച് കഴിയുമ്പോൾ ഇതൊരു ശീലമായിക്കൊള്ളും. നീ ഇരിക്കെ. രാധാമണി, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ദിവസം ഒരുമിച്ച് സന്തോഷമായി ഇവിടെ കഴിഞ്ഞിട്ട്. ജീവിതമാണ് മോനെ, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോയേ പറ്റൂ. മോനെ, ഇതുകൊണ്ടൊന്നും ആവില്ലെന്ന് എനിക്കറിയാം. ഇത്തവണ അമ്മ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത മാസം മുതൽ ഞാൻ. എന്താ മോനെ ഇത്? നിന്റെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? നീ 1 രൂപ തന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരാം. അന്ന് വൈകി വന്നപ്പോ ഞാനാണ് കൊണ്ട് വിട്ടതെന്ന് വീട്ടിലാരുടെയും പറഞ്ഞോ? ഓ, ഒന്നും ഉരിയാടിയില്ലെങ്കിൽ ചിരിച്ചുണ്ടല്ലോ. ഞാൻ പോവാ. ആഹാ, അപ്പൊ സംസാരിക്കാനും അറിയാം. ആ ചെല്ല്.
എല്ലാ കാര്യങ്ങളും വേണ്ടപ്പോ വേണ്ടതുപോലെ അറിയാനും പ്രവർത്തിക്കാനും കഴിവുള്ളവളാ എന്റെ മോള്. എന്നാലും പറയുക, അമ്മ പറയുന്നത് കേട്ട് മോള് വിഷമിക്കരുത്. എന്താ അമ്മേ? ഒന്നിനും തികയാത്ത വല്ലാത്ത ഒരവസ്ഥയിലാണ് മോളെ നമ്മള്. ഇതൊക്കെ ഇപ്പൊ പറയാതെ നിവൃത്തിയില്ല മോളെ. ഇല്ലായ്മയും വല്ലായ്മയും അറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും നിന്നില്ലെങ്കിൽ അവസാനം കേറിക്കിടക്കാൻ ആകെയുള്ള ഈ വീടും പറമ്പും അന്യാധീനത്തിലാവും. അമ്മേ, അതിന് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ മോളെ അപ്പൂനെയും കൂടി കോളേജിൽ വിടാൻ ഒരു നിവൃത്തി അമ്മ നോക്കിയിട്ട് കാണുന്നില്ല. അമ്മേ, നാളെ മുതൽ നീ കോളേജിൽ പോണ്ട. അമ്മേ, അത് മാത്രം പറയല്ലമ്മേ. എനിക്ക് പഠിക്കണം. പട്ടിണി കിടന്നാണേലും ഞാൻ പഠിച്ചോളാം. അതല്ല, നീയായിട്ട് മാത്രം പട്ടിണി കിടന്നുകൊണ്ട് പ്രശ്നം തീരുന്നില്ല മോളെ. അപ്പോ ആൺകുട്ടിയല്ലേ, ഒന്നുമില്ലെങ്കിലും പഠിച്ച് കണ്ണു തെളിഞ്ഞ അവൻ എവിടെയെങ്കിലും ചെന്ന് പണി കണ്ടുപിടിക്കാൻ പറ്റും. അമ്മ പറഞ്ഞ എന്റെ മോള് കേൾക്കില്ലേ? അമ്മേ, ഹരിക്ക് വേണ്ടിയല്ലേ സുജാതയുടെ പഠിപ്പ് നിർത്തിയേ? അതുപോലെ അപ്പൂന് വേണ്ടി നീയും ഒന്ന് വിചാരിച്ചാ മതി. ചേച്ചി ഹരിയേട്ടിന് വേണ്ടി ത്യാഗം ചെയ്തിട്ട് ഇപ്പൊ എന്തായി? ഞാൻ സമ്മതിക്കില്ല. അച്ഛ, ഒന്ന് പറയച്ച, അപ്പൂനെ പോലെ ഞാനും അച്ഛന്റെ മോളല്ലേ? ആരെങ്കിലും കണ്ടാ എന്റെ കഥ കഴിയും. താനിങ്ങനെ പേടിച്ചാലോ? എന്നാലും സുജാതെ, തനിക്ക് തോന്നുന്നുണ്ടോ വീട്ടുകാരുടെ സമ്മതത്തോടെ നമ്മുടെ ഈ വിവാഹം നടക്കുമെന്ന്? എതിർപ്പും ഒച്ചപ്പാടും ഒക്കെ താനേ അടങ്ങിക്കൊള്ളും. വലിയ വാഗ്ദാനമൊന്നും ഞാൻ തനിക്ക് തരുന്നില്ല. എങ്കിലും ഒന്നുറപ്പാ, പട്ടിണി കൂടാതെ തന്നെ എനിക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന്. താനീ ഐസ്ക്രീം എടുത്ത് കഴിക്കുക, ഒന്ന് കൂളാവട്ടെ. ബെല്ലടിച്ചൊന്നും റോയ് സാർ അറിഞ്ഞില്ല. പുള്ളിക്കാരൻ ക്ലാസ് റൂമിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. അവസാനം പ്യൂൺ വന്ന് റൂം പൂട്ടിക്കൊണ്ട് പോയപ്പോഴാണ്. എന്താ അപ്പൊ? സുജാത ചേച്ചിയെ കാണാനില്ല. സുജാതയെ കാണാനില്ല. അവൾ എവിടെ പോയതാന്നറിഞ്ഞില്ല. അമ്മ കിടന്ന് ബഹളം വെക്കാതെ. അവൾ എവിടെ പോകാനാ? രാവിലെ നിന്നോട് വല്ലതും പറഞ്ഞിട്ടാണോ സുജാത പോയത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അറിയിച്ചാലോ മോനെ? ആരും എവിടെയും അറിയിക്കണ്ട. എന്തെങ്കിലും വിവരം കിട്ടിയോ? സുജാതയെ ഇനി ആരും അന്വേഷിക്കണ്ട. എന്താ? ആ ഭാസ്കറിന്റെ മകൻ ബാബുക്കുട്ടൻ അവളെ രജിസ്റ്റർ വിവാഹം ചെയ്തു. എന്റെ